വാർത്തകൾ വിശദമായി. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം. കോഴിക്കോട് യൂണിറ്റാണ് വരുമാന സ്രോതസ്സിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യയുടെ ശമ്പള വിവരങ്ങൾ തേടി സ്കൂൾ പ്രിൻസിപ്പലിന് വിജിലൻസ് നോട്ടീസ് നൽകി. അതേസമയം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. കെ സുധാകരന്റെ മുൻ ഡ്രൈവറായിരുന്ന പ്രശാന്ത് ബാബു നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. ചിറക്കൽ രാജ സ്കൂൾ ഏറ്റെടുക്കാൻ പണപ്പിരിവ് നടത്തിയിട്ടും സ്കൂൾ ഏറ്റെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2021 നൽകിയ പരാതിയിലാണ് വിജിലൻസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നതാണ് പരാതി. സുധാകരന്റെ ഭാര്യയുടെ 2001 മുതലുള്ള ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും വിവരം നൽകണമെന്നാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. കണ്ണൂർ കാടാച്ചിറ ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു സ്മിത സുധാകരൻ. അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രശാന്ത് ബാബു വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ എല്ലാ വീക്ക്നെസ്സും ഞാൻ പറയുന്നില്ല, എന്നാൽ പ്രധാന വീക്ക്നെസ് ആണ് പണം കിട്ടിയാൽ അദ്ദേഹം എന്തിനും, അതാണല്ലോ മോൺസണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ നഗരസഭാ കൗൺസിലറായിരിക്കുമ്പോൾ 2005 മുതൽ 2008 വരെ കണ്ണൂർ നഗരസഭയിൽ കൗൺസിലറായിരിക്കുമ്പോൾ ഒരു 175 കോടിയുടെ ഒരു അഴിമതിക്ക് ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി എന്ന് പറഞ്ഞുകൊണ്ട് മിർ ഗ്രൂപ്പ്, അതായത് കൺസ്ട്രക്ഷൻ രംഗത്ത് മാത്രമുണ്ടായിരുന്ന മിർ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വൻ അഴിമതിക്ക് അവസാനം ഉണ്ടായത്. കണ്ണൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സ്പെക്ട്രം ഈ പരാതി ഇല്ലായിരുന്നെങ്കിൽ സ്പെക്ട്രം അഴിമതിക്ക് സമാനമാകുമായിരുന്നു ഈ അഴിമതി. അപ്പോൾ ഞാൻ ഇത്തരം പരാതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ഷമീർ ഇവരൊക്കെ പറയുന്നുണ്ട്, ഈ പരാതി കൊടുത്തവരൊക്കെ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തി, അത് അദ്ദേഹത്തിന്റെ ശൈലി തന്നെയാണ്. അതേസമയം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. തന്റെ കയ്യിൽ കള്ളപ്പണമില്ല, അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തെയും ഭയമില്ലെന്നും സുധാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.